ഒമ്പതോളം പുതിയ കഥകളിയുടെ മേഖലയിലേക്ക് ചെറിയ കാലഘട്ടങ്ങളായിട്ട് സംഭാവന ചെയ്യുവാനും അത് പലയിടങ്ങളിലും അവതരിപ്പിക്കാനുള്ള സന്ദർഭം ലഭിക്കുവാനും സാധിച്ചിട്ടുള്ളതിൽ സദന കഥകളി അക്കാദമിക്ക് വളരെയധികം അഭിമാനത്തിന് വകയുണ്ട്. അതിന് പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാ കഥകളി പ്രേമികൾക്കും ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കാത്രവേയം എന്ന പുതിയ കഥയാണ്. സാധാരണ ഒരു രാജാവോ ചക്രവർത്തിയോ ഒക്കെ നായകനായിട്ടുള്ള കഥകളാണ് പലപ്പോഴും നമ്മൾ കഥകളിയിൽ കണ്ടുമുട്ടാറുള്ളത്. ധൂമാങ്കതനോ നളനോ ധർമ്മപുത്രനോ അർജുനനോ ഭീമസേനനോ ഒക്കെയുള്ള ഹീരോദാത്ത നായകന്മാരും അവരുടെ പ്രണയവും ഒക്കെ ആയിട്ടാണ് കഥകളിയിൽ സാധാരണ സംഭവിക്കാറുള്ളത്. ഇവിടെ സപത്നിമാരായ കദ്രുവിൻ്റെയും വിനതയുടെയും പരസ്പര സ്പർദ്ധയും അതുമൂലം ഒരു പത്നി മറ്റേ പത്നിയെ അവരുടെ അടിമയാക്കി തീർക്കുകയും ആ അടിമത്തത്തിൽ നിന്നും തൻ്റെ പുത്രനായിട്ടുള്ള ഗരുഡനിൽ കൂടെ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ കഥയുടെ ഇതിവൃത്തം എന്നതുകൊണ്ട് തന്നെ ഇത് വളരെ നൂതനമായ ഒരു സംരംഭമാണ്, നൂതനമായ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇതിൽ നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇതിൽ ആദ്യത്തെ ഭാഗം വിനതയാണ് പ്രത്യക്ഷപ്പെടുന്നത്. രംഗത്ത് വരുന്നത് വിനതയാണ്. വിനത ഉദിച്ചു വരുന്ന സൂര്യൻ്റെ തേരാളിയായിട്ടുള്ള തൻ്റെ മകനെ കണ്ട് മകനെ എന്ന് അടുത്തേക്ക് അണയുന്ന സമയത്ത് മകനിൽ നിന്നും കിട്ടിയ ശാപം ഓർത്തു പോവുകയാണ്. അവൾ അറിയാതെ പഴയ ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ കദ്രുവിന് 1000 പാമ്പിൻ കുഞ്ഞുങ്ങളെ മക്കളായി ജനിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. തനിക്ക് ഉണ്ടാവേണ്ട പുത്രൻ മുട്ട വിരിഞ്ഞതേവരെ പുറത്തു വന്നിട്ടില്ലല്ലോ എന്ന ആകാംക്ഷ കാരണം ക്ഷമകെട്ട വിനത ഒരു മുട്ടയുടയ്ക്കുകയും അതിൽ പകുതി മാത്രം ശരീരം ഉണ്ടായിത്തീർന്ന മകനെ കണ്ട് അന്താളിക്കുകയും ആ മകൻ അമ്മയോട് ദേഷ്യപ്പെടുകയും എന്നെ പൂർണ്ണ വളർച്ചയെത്താൻ നിങ്ങൾ അനുവദിച്ചില്ലല്ലോ, അതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ, നിങ്ങൾക്ക് ദാസ്യം സംഭവിക്കട്ടെ എന്ന് അരുണൻ ശപിക്കുകയും ഞാൻ സൂര്യൻ്റെ തേരാളിയായി ഇതാ പോവുകയാണ്. അപ്പോൾ വിനത പറയും, ഒരമ്മയ്ക്ക് മകനെ കാണാനുണ്ടായ ഒരു ആകാംക്ഷ കൊണ്ട് സംഭവിച്ച ഒരു തെറ്റല്ലേ മകനെ, നീ അതൊന്ന് പൊറുക്കണം. അപ്പോൾ പറയും, അമ്മ പരിഭ്രമിക്കാതിരിക്കുക, എനിക്കുണ്ടാകുന്ന സഹോദരൻ അമ്മയെ അടിമത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളും, അവൻ സാവധാനം ജനിക്കാൻ അമ്മ ക്ഷമ കാണിക്കുക എന്ന് പറഞ്ഞ് ആ പോയ കഥ വിനത ആലോചിച്ച് ഏകാംഗ അഭിനയം പോലെ തൻ്റെടാട്ടം പോലെയാണ് അതിവിടെ അവതരിപ്പിക്കുന്നത്. ഉത്ഭവത്തിലൊക്കെ രാവണന് ചെയ്യുന്നത് പോലെ ത്രിപുട കാളത്തിലാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ രംഗത്തിൽ കദ്രുവും വിനതയും വന്ന് അവരവരുടെ അധികാരം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അടുക്കള ഭരണം ആരാണ് എന്നുള്ളൊരു പ്രശ്നമുള്ള സ്ത്രീകൾക്കിടയിൽ. എന്തായാലും കദ്രു അതിൽ വിജയിക്കുകയും ഞാനാണ് ഇവിടെ ആദ്യം വന്ന ഭാര്യ, എന്നെയാണ് നീ അനുസരിക്കേണ്ടത് എന്നെല്ലാം പറയുകയും എൻ്റെ ഹൃദയം നീ ഒരു അമ്മയുമല്ല ഭാര്യയുമല്ല, കാരണം നിൻ്റെ മകൻ പകുതി ശരീരത്തിൽ നീ പ്രസവിച്ചവളാണ്, അത് കാരണം അങ്ങനെ വല്ലാതെ ദുഷിച്ച് സംസാരിച്ച സമയത്ത് വിനത പറഞ്ഞു പോകും, എൻ്റെ മനസ്സ് ഉച്ചൈശ്രവസിനെ പോലെയാണ്, അത് വളരെ പരിശുദ്ധമാണ്. ഉച്ചൈശ്രവസ് പരിശുദ്ധമാണെന്ന് ആര് പറഞ്ഞു, അതിൻ്റെ മേലൊരു കറുത്ത പുള്ളിയുണ്ടല്ലോ എന്നായി കദ്രു. ഉച്ചൈശ്രവസ് വെളുത്തതാണ് എന്ന് വിനതയും. എന്തായാലും അഥവാ കറുത്ത പുള്ളിയുണ്ടെങ്കിൽ നീ എൻ്റെ ദാസിയാവണം, അഥവാ അത് പരിശുദ്ധമായി വെളുത്തതാണെങ്കിൽ ഞാൻ നിന്റെ ദാസിയാവാം എന്ന് കദ്രു പറയുന്നു. അത് പരിശുദ്ധമായി വെളുത്തതാണെന്ന് രണ്ടുപേർക്കും അറിയാമെങ്കിലും പിറ്റത്തെ രംഗത്തിൽ കദ്രു തൻ്റെ പുത്രന്മാരായിട്ടുള്ള 1000 പുത്രന്മാർക്ക് പകരം ഇവിടെ ഒരു നാഗത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ. പുത്രന്മാരായ നാഗങ്ങളോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഉച്ചൈശ്രവസിൻ്റെ ഭക്ഷണത്തിൽ കൂടെ ഉള്ളിൽ പ്രവേശിച്ച് അതിൻ്റെ പൃഷ്ഠഭാഗത്ത് ഒരു കറുത്ത മറുവായിട്ട് നാളെ നിങ്ങൾ പരിശോധിക്കാൻ വരുമ്പോൾ കിടക്കണം. അപ്പോൾ മക്കൾ പറയും, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, എൻ്റെ ശാപത്തിൽ നിങ്ങൾ വെണ്ണീറാവണ്ടെങ്കിൽ അതനുസരിച്ചേ പറ്റൂ. അങ്ങനെ അവർ അതനുസരിക്കുകയും പിറ്റത്തെ ദിവസം കദ്രുവും വിനതയും കൂടെ ഉച്ചൈശ്രവസിനെ പരിശോധിക്കുന്ന സമയത്ത് അതിലൊരു കറുത്ത മറു കാണുകയും ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നീ എൻ്റെ ദാസിയാണ് എന്ന് പറഞ്ഞ് വിനതയെ ദാസിയാക്കുന്നു. വിനത ദുഃഖിച്ച് ഏകാന്തതയിൽ ഇരുന്ന് കരയുന്ന സമയത്ത് വിനതയുടെ രണ്ടാമത്തെ അണ്ടം പൊട്ടി അതിൽ നിന്നും ഗരുഡൻ പുറത്തു വരികയും ഗരുഡൻ അമ്മയോട് പറയുന്നു, അമ്മ ദുഃഖിക്കേണ്ട കാര്യമില്ല, ഞാൻ അമ്മയുടെ ദാസ്യത്തിൽ നിന്നും ഇതാ മോചിപ്പിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്.
എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കദ്രുവും നാഗവും കൂടെ വരികയാണ്. ഇതേതാണ് ഒരു പുതിയ യോഗ്യനായ ഒരു പക്ഷി നിന്റെ അടുത്ത്, ഇതെൻ്റെ പുത്രനാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് 2 അടിമകളെ കിട്ടിയല്ലോ, നീയും ഒരടിമ, ശക്തനായ മറ്റൊരടിമയെയും കൂടെ കിട്ടി. ഏതായാലും അഭിനന്ദനങ്ങൾ. ഗരുഡ, താനൊരു കാര്യം ചെയ്യണം, ഞങ്ങളെ എല്ലാവരെയും ചുമലിൽ വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നന്ദനോദ്യാനം, അഴകാപുരി ഇതെല്ലാം കാണാൻ ആഗ്രഹമുണ്ട്, അതെല്ലാം ആകാശത്തു കൂടെ കൊണ്ട് പറന്ന് ഞങ്ങളെ കാണിക്കണം എന്ന് പറയുകയും ഗരുഡൻ്റെ ചുമലിലിരുന്ന് ഇവർ എല്ലാ ഉദ്യാനങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗരുഡൻ്റെ വേഗത ഇവർക്ക് തൃപ്തി പോരാ. ഇവർ ചാട്ടമാറുകൊണ്ട് ഗരുഡനെ ആഞ്ഞടിക്കുകയും പൊറുതികെട്ട ഗരുഡൻ അവരെയെല്ലാം താഴത്തേക്ക് വലിച്ചെറിഞ്ഞ്, ഇനി മേലാൽ ഞാൻ നിങ്ങളുടെ അടിമയല്ല, നിങ്ങൾക്ക് മോചനദ്രവ്യം എന്താണ് ആവശ്യമെന്ന് പറയുക, ഞാനത് കൊണ്ട് തരുന്നതാണ്, എന്നെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതാണ്. അപ്പോൾ കദ്രു പറയും, അമൃത് കൊണ്ടുതരൂ, ദേവലോകത്ത് ദേവന്മാർ സൂക്ഷിച്ചിട്ടുള്ള അമൃതകുംഭം എടുത്തുകൊണ്ടുവന്ന് തന്നാൽ നിങ്ങളെ ഞങ്ങൾ മോചിപ്പിക്കാമെന്ന് പറയുന്നു. ഗരുഡൻ സ്വർഗലോകത്തേക്ക് ചെല്ലുന്നു. അവിടെ സ്വർഗലോകത്ത് അഗ്നിയുടെയും വായുവിൻ്റെയും ഒക്കെ മതിലുകൾ ഭേദിച്ച് അമൃതകുംഭം എടുത്ത് എടുക്കുമ്പോഴേക്കും ദേവേന്ദ്രൻ യുദ്ധത്തിന് വരികയും ദേവേന്ദ്രനുമായി അതിഗംഭീര യുദ്ധത്തിൽ ദേവേന്ദ്രൻ തോറ്റോടി പോവുകയും അമൃതകുംഭം എടുത്ത് ഗരുഡൻ ഭൂമിയിലേക്ക് വന്ന് കദ്രുവിന് സമ്മാനിച്ച് പറയും, ഇതാ ഞാൻ അമൃതകുംഭം നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ അടിമയല്ല, എൻ്റെ അമ്മയും നിങ്ങളുടെ അടിമയല്ല. അങ്ങനെ അടിമത്തത്തിൽ നിന്നും മോചിച്ച ഗരുഡൻ പറന്നു പോയതിനു ശേഷം കദ്രുവും മക്കളും കൂടെ ഗംഗായിൽ സ്നാനം ചെയ്യാൻ പോയി, പരിശുദ്ധി വരുത്താൻ പോയി, അമൃത് കഴിക്കുന്നതിന് മുൻപ് ശുദ്ധരാവണം. അങ്ങനെ പോയ തക്കം നോക്കി ദേവേന്ദ്രൻ വീണ്ടും വന്ന് ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ഈ അമൃതകുംഭം അപഹരിച്ച് തട്ടിക്കൊണ്ട് വീണ്ടും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അമൃതം കുടിക്കാൻ വന്ന കദ്രുവും വിനതയും അവിടെ യാതൊന്നും കാണുന്നില്ല. ആകെ പരിഭ്രമിച്ച് അവശരായ അവർ വിചാരിക്കും ഗരുഡൻ തന്നെ ആയിരിക്കും ഇതെടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവുക. എന്തായാലും ഗരുഡനെ വീണ്ടും വന്ന് ഗരുഡനോട് ചോദ്യം ചെയ്ത സമയത്ത് അവിടെ വലിയ വഴക്കായിത്തീരുന്നു. പാമ്പും നാഗങ്ങളും ഗരുഡനും തമ്മിൽ ഗംഭീര യുദ്ധമുണ്ടാകുന്നു. നാഗങ്ങളുടെ കഥ മുഴുവൻ നാമാവശേഷമാകും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ കദ്രു വന്ന് പറയും, എൻ്റെ മക്കളെ നീ കൊല്ലരുത്, അവർ പാവങ്ങളാണ്, വിനതെ നീ നിന്റെ മകനെ ഒന്ന് ഇതിൽ നിന്നും വിലക്കുക എന്ന് പറയും. അപ്പോൾ വിനത വന്ന് പറയും, ഗരുഡ, നിനക്ക് വിശക്കുമ്പോൾ മാത്രം നീ ഗരുഡന്മാരെ ഭക്ഷിച്ചാൽ മതി, അല്ലാത്ത സമയത്ത് ആരെയും നീ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ ഒരു ഒത്തുതീർപ്പാകുന്നത് പോലെയുള്ളൊരു കഥയാണ് കാത്തിരവേരം. ഇതിൽ വിനതയായി അഭിനയിക്കുന്നത് സദനം ശ്രീനാഥാണ്. കദ്രുവായി അഭിനയിക്കുന്നത് സദനം വിജയനാണ്. നാഗങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള നാഗം വേഷം കെട്ടുന്നത് സദനം കൃഷ്ണദാസാണ്. ഗരുഡനായി വേഷം കെട്ടുന്നത് സദനം ഭാസിയാണ്. ഇന്ദ്രനും ബ്രാഹ്മണനായിട്ടുള്ള ഇന്ദ്രനും വേഷം കെട്ടുന്നത് സദനം മണികണ്ഠനാണ്. ഇതിൽ ഉച്ചൈശ്രവസ് എന്നുള്ള ഒരു കുതിരയുണ്ട്, അത് സദനം നിതിൻ പ്രസാദാണ് ചെയ്യുന്നത്. പിന്നെ പാട്ട് ഞാനും സദനം ഹരികുമാറും സദനം ശിവദാസും സായികുമാറും എവിടെയെങ്കിലും സഹായിക്കാൻ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെണ്ട സദനം ഗോപാലകൃഷ്ണൻ, സദനം രാമകൃഷ്ണൻ, മദ്ദളം സദനം രാജഗോപാലൻ, സദനം ദേവദാസൻ, സദനം കൃഷ്ണപ്രസാദ്, ചുട്ടി സദനം കലാമണ്ഡലം സതീശൻ, അണിയറയിൽ കുഞ്ഞിരാമേട്ടൻ, ശങ്കരനാരായണേട്ടൻ, കുമാർ, കുഞ്ചൻ മുതലായിട്ടുള്ളവരാണ്. വളരെയധികം സന്തോഷപൂർവ്വമാണ് നമ്മൾ ഈ സംരംഭത്തിന് ഇറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല ഇതൊരു വലിയൊരു ഇതിനെ സഹായിച്ചിട്ടുള്ള സദനത്തിലെ എല്ലാ കലാകാരന്മാരും, എല്ലാ ആശാന്മാരും, എല്ലാ വിദ്യാർത്ഥികളും, ഇതിലെ മേക്കോപ്പൊക്കെ നിർമ്മിക്കുന്നതിന് എല്ലാ പൊയ്ക്കുതിരെയൊക്കെ ഉണ്ടാക്കാൻ ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളും അകമഴിഞ്ഞ സഹായമാണ് ചെയ്തിട്ടുള്ളത്. ആശാന്മാരായിട്ടുള്ള എല്ലാവരുമുള്ള അവരുടെ സഹകരണത്തിന് ഞാൻ ഈ തുറസായ സ്ഥലത്ത് വെച്ചതിന് ഞാൻ നന്ദി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഓപ്പണായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ പുതിയ സംരംഭത്തിന് പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ കാത്തിരവേദിയിലേക്ക് കിടക്കുകയാണ്. നമസ്കാരം.
കശ്യപൻ സഹധർമ്മണി പദമലം ധരിക്കും വിനതയും കദ്രുവും കശ്യപന്റെ പരമാധികാരിയവളായൊരെന്നോ എന്നോടു നീ മത്സരിക്കേ കലഹം തുടർന്നിതു പരസ്പരം
കശ്യപനുടെ അർദ്ധാംഗനയായി കശ്യപനുടെ അർദ്ധാംഗനയായി